ഇന്ന് ഒരു വളരെ ദാരുണമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ദാരുണമായ വാർത്തയാണ്. പക്ഷെ ഈ വാർത്ത, ഇങ്ങനത്തെ വാർത്ത നമ്മൾ നിരവധി ഇന്ത്യക്കാർ എന്നും കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പം പ്രാധാന്യം ഇല്ലാത്തതാണെന്ന് തോന്നുമായിരിക്കാം. അതെന്താന്ന് വെച്ചാല്, ബീഫ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആൾക്കൂട്ട മർദ്ദനം, ആൾക്കൂട്ട കൊലപാതകമാകുമായിരുന്നു. പക്ഷെ ആ ഒരു ആൾക്കൂട്ട മർദ്ദനം നടന്ന സ്ഥലം മാറിപ്പോയത് കൊണ്ട് മാത്രം ഒരു മുസ്ലിം വയോധികന്റെ ജീവൻ ബാക്കി കിട്ടിയിരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾ മരണപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇന്ത്യയിൽ നിരവധിയാണ് നടക്കുന്നത്. അതില് ബീഫ് കയ്യിൽ വെച്ചു, അല്ലെങ്കിൽ ബീഫ് തിന്നു, അല്ലെങ്കിൽ ബീഫ് വീട്ടിൽ തന്നെ പാചകം ചെയ്തു, ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരനെ ചുറ്റും കൂടി നിന്ന് ഒരു കൂട്ടം കാബാലികർ, പിശാചുക്കൾ, സംസ്കാര ശൂന്യർ, മൃഗങ്ങൾ അടിച്ചു കൊല്ലുകയാണ്. എന്നിട്ട് അങ്ങനെ അടിച്ചു കൊല്ലുമ്പോൾ ചിരിക്കുകയാണ്. അതിനുശേഷം അടിച്ചു കൊന്നു കഴിഞ്ഞാൽ പിന്നെയാണ് യഥാർത്ഥ ക്രൂരത തുടങ്ങുന്നത്. പിന്നെ പോലീസിൽ പരാതി പറയാൻ പോയാൽ പോലീസ് പരാതി എടുക്കില്ല എന്ന് മാത്രമല്ല, ആ മരിച്ച ആൾക്കെതിരെയാണ് പിന്നെ പരാതി എടുക്കുന്നത്. ആ മരിച്ച ആളാണ് കുറ്റക്കാരൻ, മരിച്ച ആളാണ് ഞങ്ങളുടെ മാതാവിനെ കൊല്ലാൻ നോക്കിയത് അല്ലെങ്കിൽ കൊന്നത്, അതുകൊണ്ട് അയാളാണ് കൊലപാതകി എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാളിനെ, മരണപ്പെട്ട ആളിനെയും അതുപോലെ തന്നെ അയാളുടെ കുടുംബത്തിനെതിരെയുമാണ് കേസുകൾ എടുക്കുന്നത്. അത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് തമാശയായിട്ട് തോന്നൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഡെയിലി കാണുന്നതല്ലേ. പക്ഷെ വിദേശികളോട് പറയുകയാണ് ഈ സംഗതി എങ്കിൽ അവര് തമാശയായിട്ട് കാണാം. കാരണം മരണപ്പെട്ടവർക്കെതിരെ ആരാണ് കേസെടുക്കുക? ലോകത്ത് ആരും കേസെടുക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ചിരിക്കും, അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ത്യക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. അപ്പൊ അതേപോലെ തന്നെ ഒരു ദാരുണമായ സംഭവമാണ് വന്നിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് ആ ഒരു എന്താണ് സംഭവം, ആരാണ് ബീഫ് കയ്യിൽ വെച്ചത്, ആരാണ് ആക്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. उधर मिलता नहीं क्या बकरे का? उधर कल्याण मिलती से बोले एक बार पहले क्या बोला तू? पहले क्या बोला मेरे को? हाँ पहले क्या बोला तू? मानला नहीं आता तो खरे बोलला. पहले क्या बोला तू? पहले क्या बोला ना? पैसा बोलला तू आता चोर. पहले क्या बोला ना? बोलला पहले पैसा बोला पैसा मत खराब बोल. അപ്പൊ ഈ സംഭവത്തിൽ ഒരുപാട് ആ ഒരു വയോധികൻ, 82 83 വയസ്സുള്ള ഒരു വയോധികനാണ്. അയാളെ തല്ലുന്നുണ്ട്. ആ തല്ലുന്ന രംഗം യൂട്യൂബിൽ കാണിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ കൂടിയ എല്ലാവരും, എല്ലാ ഭീകരന്മാരും പിശാചുക്കളും ചേർന്നിട്ട് ആ ഒരു വ്യക്തിനെ അടിക്കുകയാണ്. ഇനി ഈ അടിക്കാനുള്ള കാരണം എന്താണെന്നല്ലേ, ഈ ഒരു വ്യക്തി ഏതൊരു സ്ഥലത്ത് നിന്ന് സ്വന്തം മകളിനെ കാണാൻ വേണ്ടിയിട്ട്, മകളിനെ വിവാഹം കഴിപ്പിച്ച് കൊടുത്ത സ്ഥലം ഉണ്ടല്ലോ, കുറച്ച് ദൂരമാണ്. അപ്പൊ അങ്ങോട്ട് പോവുകയാണ്, മകളുടെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ മകൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് ആട്ടിറച്ചി പാകം ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്നതാണെങ്കിലോ നന്നായിട്ട് കുപ്പിയിലൊക്കെ അടച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അതിന്റെ മണമെടുത്തു. അതിന്റെ മണമെടുത്ത സമയത്ത് ഈ ഒരാൾക്ക് ചുറ്റും ഇരിക്കുന്നത് കുറെ തീവ്രവാദികളാണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹികളാണ്. ഈ രാജ്യസ്നേഹികൾ ഈ മണം എവിടുന്ന വരും നോക്കുമ്പോൾ അവിടെ ഒരു മുസ്ലിം ഇരിക്കുന്നുണ്ട്, ഈ പറഞ്ഞ വയോധികൻ. അതോടുകൂടിയിട്ട് അയാളെ ചോദ്യം ചെയ്യലായി, അയാളുടെ ബാഗ് പരിശോധിക്കലായി. അപ്പൊ ഈ മട്ടൻ കിട്ടും ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെ പാച്ച തെറി പറഞ്ഞിട്ട് ഈ ഒരു വയോധികനെ, അച്ഛന്റെയോ അപ്പൂപ്പന്റെയോ ഒക്കെ പ്രായമാകേണ്ട ഒരു വ്യക്തിനെയാണ് ഇത്രയും വലിയ ഭീകരമായ തെറികൾ പറഞ്ഞിട്ട് തല്ലുന്നത്. പിന്നെ അതിനുശേഷം ഈ ഒരു വയോധികനെ ഒരുപാട് തല്ലുന്നുണ്ട്. പക്ഷെ അത് ട്രെയിൻ ആയത് കാരണം തല്ലി കൊല്ലാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കിന് വേറെ സ്റ്റേഷൻ വന്നു, ആ ഒരു വ്യക്തി അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ മരണപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ആ തല്ലുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ ഈ മട്ടൻ കറി ഇവിടെ നിന്ന് നിന്റെ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ചോദിക്കുന്നുണ്ട്. അതെന്ത് ചോദ്യമാണ്? നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഓരോ സാധനം കൊണ്ടുപോകല്ലോ. ചിലർ ഇങ്ങനെ മട്ടനൊക്കെ കൊണ്ടുപോകും, നന്നായിട്ട് കറി വെച്ചിട്ട്. ചിലപ്പം ഈ മകൾക്ക് അതായിരിക്കും ഇഷ്ടം, ഉമ്മ പാചകം ചെയ്തതായിരിക്കും ഇഷ്ടം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതൊരു കുടുംബത്തിന്റെ ഉള്ളിലത്തെ സ്നേഹമാണ്. അതിൽ ഈ തീവ്രവാദികളുടെ പ്രശ്നം എന്താണ്? അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് പാചകം ചെയ്ത് കൊണ്ടുപോകാറുണ്ടല്ലോ, ബീഫ് വരട്ടിയതൊക്കെ. അപ്പൊ എന്തുകൊണ്ടാ കൊണ്ടുപോകുന്നത്? അങ്ങനെ 100 തരം ചോദ്യം. പോലീസും ഇപ്പൊ ഈ സംഘികളുടെ ഒപ്പം കൂടിയിട്ട് തീവ്രവാദികൾ തന്നെയാണ്. അപ്പൊ പോലീസുകാരുടെ കാര്യം പറയാതിരിക്കുക നല്ലത്. പിന്നെ സുപ്രധാനമായ ഒരു കാര്യം, അതായത് ഇതേ ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ BJP-ക്കാരുടെ ഒരുപാട് കശാപ്പ് ശാലകളുണ്ടല്ലോ, ഈ ബീഫ് കയറ്റുമതി ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ടല്ലോ, ഒരുപാട് മാതാക്കളെ കൊന്നൊടുക്കിക്കൊണ്ട് പാക്കറ്റിലാക്കി ഹലാൽ സ്റ്റിക്കർ അടിച്ചിട്ട് അയക്കുന്ന ഒരുപാട് കമ്പനികളുണ്ടല്ലോ. എന്താണ് ഇവരുടെ രക്തം അവിടെ പോയിട്ട് തിളക്കാത്തത്? ഇങ്ങനെ ഈ നിരാലംബരായിട്ടുള്ള വൃദ്ധന്മാർക്കെതിരെ മാത്രമാണോ ഇവരുടെ രക്തം തിളക്കുള്ളൂ? ഇവർക്ക് ഈ മുസ്ലിങ്ങളുടെ കയ്യിൽ ബീഫ് കിട്ടിയാൽ മാത്രമേ രക്തം തിളക്കുള്ളൂ? ഈ BJP-ക്കാർ കയറ്റുമതി ചെയ്യുന്നതും BJP-ക്കാർ തിന്നുന്നതോ
മൂക്കറ്റം ബീഫ് കയറ്റും. ആ സമയത്തൊന്നും ഇവർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഒരു മുസ്ലിമിന്റെ കയ്യിൽ കുറച്ച് ബീഫ് കണ്ടാല് ഇവർക്ക് ഭയങ്കര പരാക്രമമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇനി ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങണം. എന്തുകൊണ്ടാണ് BJP-ക്കാർ നടത്തുന്ന ആയിരക്കണക്കിന് കശാപ്പുശാലകൾ മുസ്ലിങ്ങളുടെ പേരിട്ടുകൊണ്ട് അൽനൂർന്നും ബർക്കത്ത് ഇട്ട് പേരൊക്കെ ഇട്ടിട്ട് മുസ്ലിം പേരിട്ടിട്ട് അവിടെ ഈ ഗോമാതാക്കൾ എന്തുകൊണ്ട് കൊല്ലുന്നു എന്ന് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങണം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്രൂരത ഇനി കൂടാനാണ് സാധ്യത. കാരണം ഇപ്പൊ മൂന്നാമതും തീവ്രവാദികളാണ് ഭരിക്കുന്നത്. അപ്പൊ തീവ്രവാദികൾ ഭരിക്കുമ്പോൾ തീവ്രവാദികൾ ഉണ്ടാവുള്ളൂ. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുഹമ്മദ് സുബൈർ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അന്വേഷിച്ച് സംഗതികളൊക്കെ കണ്ടുപിടിച്ചു. അപ്പൊ അതിൽ പറയുന്നത് ഹാജി അഷ്റഫ് മുന്യാർ എന്നാണ് ഈ ഒരു വയോധികന്റെ പേര്. മഹാരാഷ്ട്രയിലെ ജൽഗോൺ ഡിസ്ട്രിക്റ്റില് ഏതൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ നിന്ന് കല്യാൺ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഈ തീവ്രവാദികൾ ഇങ്ങനെ തടഞ്ഞത്. അപ്പൊ പോകുന്ന പോക്കില് മകൾക്ക് വേണ്ടിയിട്ട് ഉമ്മ പാചകം ചെയ്ത മട്ടൻ കറി നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയിൽ അടച്ച് ഭദ്രമായിട്ട് കൊണ്ടുപോയായിരുന്നു. അതാണ് ബാഗ് തുറന്ന് ചെക്ക് ചെയ്തിട്ട് മുഖംമൂടി ധരിച്ചുകൊണ്ട് ഈ തീവ്രവാദികൾ പച്ചത്തെറി പറഞ്ഞിട്ട് ഈ ഒരാളിനെ ആക്രമിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവേണ്ടത് ഇന്ത്യൻ ഭരണഘടന ഒക്കെ ചവിറ്റുകൊട്ടയിലാണ്. ഇന്ത്യയിൽ എന്ത് സംഭവിക്കണം എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇതുപോലത്തെ കുറെ തീവ്രവാദികളും ഈ തീവ്രവാദികളുടെ നേതാക്കന്മാരുമാണ് എന്ന് വളരെ വ്യക്തമാണ്. അല്ലാതെ നിയമം വന്ന് രക്ഷിക്കും പോലീസ് വന്ന് രക്ഷിക്കും എന്നൊന്നും നോക്കിയാലൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല. പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആ പച്ചത്തെറി പറഞ്ഞിട്ട് ആ അടിക്കുന്ന നേതാവ്, ആ കൂട്ടത്തിലത്തെ നേതാവ് ഉണ്ടല്ലോ, അയാളാണ് ഇത്. അപ്പൊ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് ഇയാളെ കണ്ടിട്ട് വലിയൊരു വീട്ടിലത്തെ ഉയർന്ന ഒരു വീട്ടിലത്തെ സന്തതിയാണെന്ന് തോന്നുന്നുണ്ട്. ഇയാൾ 2-3 റാഖി കെട്ടിയിട്ടുണ്ട്. പിന്നെ കണ്ടിട്ട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇയാളാണ് ഈ രൂപത്തിൽ ആൾക്കൂട്ട കൊലപാതകം നടത്താൻ വേണ്ടി നോക്കിയത് എന്നാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ആർച്ച ഭാരത സംസ്കാരത്തിൽ ഇപ്പൊ ആരും വിശ്വസിക്കാൻ പറ്റാതായിട്ടുണ്ട്. ഏതൊരാളും ഒരു പൊട്ടൻഷ്യൽ കൊലപാതകി ആവാനാണ് സാധ്യത. അതുകൊണ്ട് ഇതിപ്പോ ഉത്തരേന്ത്യയിലത്തെ കാര്യങ്ങളാണ്. കേരളത്തിലും അതൊക്കെ ചെയ്യണം നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അത് നടക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഇത്രയും ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് തോന്നിവാസങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു കേസും ഉണ്ടാവില്ല, ചോദിക്കാനും പറയാൻ ആരില്ല, എന്തുവേണം ചെയ്യാം, ആരെയും അടിച്ചു കൊല്ല, അങ്ങനത്തെ രീതിയാണല്ലോ ഉത്തരേന്ത്യയിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലത്തെ ആൾക്കാർ പല വേഷത്തിൽ വന്നിട്ടാണ് ആക്രമിക്കുക എന്നാണ് ആ പോസ്റ്റൊക്കെ തന്നെ പറയുന്നത്. പിന്നെ മുഹമ്മദ് സുബൈർ ഇയാളുടെയും ഡാറ്റ കളക്ട് ചെയ്ത് അങ്ങനെ പറയാണ്. ഈ ഒരു അക്രമകാരി തീവ്രവാദിയുടെ പേര് ആഷു അവഹദ് എന്നാണ്. ഇയാളൊരു സ്പെഷ്യൽ റിസർവ് പോലീസ് ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മകനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു പോലീസുകാരന്റെ മകനാണ്. എന്നിട്ടോ ഈ ഒരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? ഒരു പോലീസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോവാണ്. പോലീസിലേക്ക് എടുക്കാനുള്ള ജോലി കിട്ടാനുള്ള ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന പോക്കാണ്. ആ പോക്കിൽ പോലുമാണ് ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്തുകൊണ്ട് പോകുന്നത്. ഒരു നിരാലംബനായ ഒരാളെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടാണ് പോകുന്നത്. എവിടെ? ഈ പോലീസിന്റെ പരീക്ഷ തന്നെ. അപ്പൊ ഈ ജാതി തീവ്രവാദികളൊക്കെ പോലീസിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് സുരക്ഷയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇയാള് ഈ ഫോട്ടോയിൽ കാണുന്ന ആള്, ഇതാണ് ആ നേരത്തെ പറഞ്ഞ ഹാജി അഷ്റഫ് എന്ന് പറയുന്ന ആള്, ഈ ഒരാൾ എന്തുകൊണ്ടാണ് പോലീസിൽ പരാതി കൊടുക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു വ്യക്തി, അയാളുടെ കുടുംബക്കാര്, അയാളുടെ അയൽപക്കക്കാരൊക്കെ കൂടി പോയി ഈ ഫോട്ടോയിൽ കാണുന്നത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ നല്ല മര്യാദയോട് കൂടി ഇരിക്കണം. മുസ്ലിങ്ങൾക്കുള്ള പ്രത്യേകതയുമാണ്. അങ്ങനെ നിരവധി തവണ പോയിട്ടും പരാതി സ്വീകരിക്കുന്നില്ല. അങ്ങനെ പരാതി സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ആ ഏരിയയിലത്തെ MLA ആയിട്ടാണ് പോയത്. അങ്ങനെ പോകുമ്പോഴും ഈ ഒരു ഹാജി അഷ്റഫ് പറയുന്നുണ്ട് എനിക്ക് പരാതി കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട് പേടിച്ചിട്ട്. പക്ഷെ ഇവരൊക്കെ കൂടി പോയിട്ട് അവസാനം കഷ്ടപ്പെട്ടിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലീസ് കേസ് എടുത്തു എന്ന് പറയുന്നു. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ എന്തായിരിക്കും അതിന്റെ പരിണത ഫലം എന്നുള്ളത്. ഒരു ശിക്ഷയും ഈ ഒരു തീവ്രവാദിക്കോ തീവ്രവാദികൾക്കോ കിട്ടാൻ പോകുന്നില്ല. ഏത് രൂപത്തിലാണോ അഖലാക്കിനെയും മറ്റുള്ള ആൾക്കാരൊക്കെ അടിച്ചു കൊന്നല്ലോ, കൊന്നതിന് ശേഷം എന്ത് ശിക്ഷ അവർക്ക് കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. അതേപോലെ തന്നെ ഈ ഭീകരന്മാർക്കും ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവും. ഒത്തുതീർപ്പിൽ പറയും നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും എതിരെ തീവ്രവാദി കേസ് എടുക്കും. കാരണം നിങ്ങൾ മുസ്ലിങ്ങളാണ്, പിന്നെ നിങ്ങളെ വീടൊക്കെ അനധികൃതമായിരിക്കുമല്ലോ, അപ്പൊ ബുൾഡോസർ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ തകർക്കും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവരൊക്കെ കൂടി പേടിച്ചോടും. അങ്ങനെ ആ തീവ്രവാദി സ്വതന്ത്രമായിട്ട് ഇനി ഇന്ത്യയിലെ തെരുവുകളിൽ വെലസി നടക്കും, ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട്. അതാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.